വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത്തിലൂടെ രാജ്യത്തോട് മനസ്സ് തുറന്നത്. രാജ്യത്ത് നടന്ന തിരഞ്ഞെടുപ്പ് ഒരു വലിയ വിജയമാക്കി തീർത്തതിന് രാജ്യത്തെ ജനങ്ങളെയും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത്തിൽ ആദ്യം ചർച്ച ചെയ്തത് രാജ്യത്ത് തങ്ങളുടെ പ്രവർത്തനം മുഖാന്തരം സമൂഹത്തിലും രാജ്യത്തും മാറ്റങ്ങൾ വരുത്തിയ വ്യക്തികളെക്കുറിച്ചാണ്. ജൂൺ 30 പ്രത്യേകത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ മൻ കി ബാത്ത് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ദിവസം ആദിവാസികളായ നമ്മുടെ സഹോദരന്മാർ ഹൂൽ ദിവസമായി ആചരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ആദിവാസികളായ ധീരന്മാരുടെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ഈ ദിവസം. സിന്ധു, കാൻഹു ഉൾപ്പെടെ ധീരരായ പലരും രക്തസാക്ഷിത്വം രാജ്യത്തിനു വേണ്ടി വരിച്ചത് പ്രധാനമന്ത്രി പ്രത്യേകം അനുസ്മരിച്ചു. ഈ അനുസ്മരണത്തിലൂടെ രാജ്യത്തിൻ്റെ പൂർവ്വകാല ചരിത്രം എത്ര പ്രാധാന്യം അർഹിക്കുന്നു എന്ന് അടിവരയിട്ട് സമർത്ഥിക്കുവാനായിട്ടാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത്. അമ്മമാരോടുള്ള നമ്മുടെ കടപ്പാട് ഒരിക്കലും അത് കൊടുത്തു തീർക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. എന്നാൽ കടപ്പാടിനോടുള്ള സൂചകമായി ഈ വർഷം ലോക പരിസ്ഥിതി ദിനത്തിൽ ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചത് അദ്ദേഹം പ്രസ്താവിച്ചു. ഈ ക്യാമ്പയിൻ്റെ പേര് ഒരു മരം അമ്മയുടെ പേരിൽ എന്നാണ്. ഈ ക്യാമ്പയിൻ അതിവേഗം വളരുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. വരും തലമുറയ്ക്ക് ഈ ക്യാമ്പയിൻ ഒരു മാതൃക തന്നെയാണ്. അമ്മമാരെ സ്നേഹിക്കാനും കരുതാനും ബഹുമാനിക്കുവാനും ഈ പരിപാടിയിൽ കൂടി വരും തലമുറയ്ക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 1000 വാക്കുകൾ ഓതുന്നതിനേക്കാൾ എത്രയോ പ്രയോജനമാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മെ പോറ്റി വളർത്തിയ അമ്മയെയും നാം വസിക്കുന്നതായ ഭൂമാതാവിനെയും സംരക്ഷിക്കുവാൻ കൈക്കൊണ്ടതായ ഈ പദ്ധതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പദ്ധതിയിലൂടെ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുവാനും സാധിച്ചു എന്നുള്ളത് നമുക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ പദ്ധതിയിലൂടെ നമ്മുടെ അമ്മയെ സ്നേഹിക്കുവാൻ മാത്രമല്ല ഭൂമാതാവിനെ കൂടി കരുതുവാനും പരിപാലിക്കുവാനും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടി നമ്മുടെ വരും തലമുറകൾക്ക് ഇതിന് പ്രചോദനം ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. കേരള സംസ്കാരത്തിൽ കുടകൾക്കുള്ള പ്രാധാന്യം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. അട്ടപ്പാടിയിൽ ആദിവാസി സഹോദരന്മാർ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകളുടെ പ്രാധാന്യം എടുത്തുകാട്ടി സ്ത്രീ ശക്തിയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. ഇതിൽ കൂടെ ചെറുകിട സംരംഭത്തിൻ്റെ മികച്ച മാതൃകയാണ് കാഴ്ചവെക്കുന്നത് എന്ന് പ്രധാനമന്ത്രി അനുസ്മരിപ്പിച്ചു. കേരളത്തിലെ ഈ സംരംഭത്തെക്കുറിച്ചുള്ള പരാമർശം നമ്മുടെ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും മറ്റു പല സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു പ്രചോദനമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഒരു ജനതയുടെ സംസ്കാരം ലോകം മുഴുവൻ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരമായി ഇത് മാറും എന്നാണ് ഞാൻ കരുതുന്നത്. വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തിന് ഒരു മികച്ച ഉദാഹരണമായി പ്രധാനമന്ത്രി ഇത് എടുത്തു കാട്ടുകയും ചെയ്തു. ഭാരത സംസ്കാരം ലോകം എമ്പാടും പടർന്നു പന്തലിക്കുന്നതോടൊപ്പം യോഗയുടെ പ്രാധാന്യം ലോകമെമ്പാടും വർദ്ധിക്കുന്നതിൽ ഉദാഹരണങ്ങൾ എടുത്തുകാട്ടി പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. യോഗ പരിപാടികൾ ഒരു പ്രദർശനമായി മാത്രം ഒതുക്കാതെ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർക്കണമെന്ന് പ്രധാനമന്ത്രി ഉത്ബോധിപ്പിച്ചു. ആന്ധ്രാപ്രദേശിലെ ആദിവാസികളുടെ ഇടയിൽ വളർത്തിയെടുക്കുന്ന പ്രാദേശിക ഉൽപ്പന്നമായ അരാക്കു കാപ്പി സമ്പന്നമായ സ്വാദിനും സുഗന്ധത്തിനും പേരുകേട്ട ഈ കാപ്പി ആഗോളതലത്തിൽ പ്രശസ്തി ആർജിക്കുന്നു എന്നുള്ളത് ഭാരതത്തിന് ആകമാനം അഭിമാനം നൽകുന്നു. തീർച്ചയായും ഈ നേട്ടത്തിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാം. അതുപോലെ നമ്മുടെ ജമ്മു കാശ്മീരിലെ ചില പച്ചക്കറി ഇനങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ പ്രശസ്തി ലഭിക്കുന്നു എന്നുള്ളത് മറ്റൊരു അഭിമാന നേട്ടമാണ്. തുടർന്നുള്ള നാളുകളിൽ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രാദേശിക ഉൽപ്പന്നം ആഗോളതലത്തിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ആശിക്കുന്നത്. ഇതുപോലെയുള്ള നേട്ടങ്ങൾ തീർച്ചയായും മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രചോദനമാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇതുപോലെ നല്ല ആശയങ്ങൾ തുടർന്ന് മൻ കി ബാത്തിൽ നമുക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആശിക്കാം, പ്രത്യാശിക്കാം. മൻ കി ബാത്തിലെ ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രായോഗികമാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായി നമ്മുടെ നാടിനെ മാറ്റുവാൻ ഈ ആശയങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.